നമ്മുടെ ടീം അംഗങ്ങളിൽ, ഈവൻ നമ്മളൊരു സെയിൽസ് പേഴ്സൺ ആണ്, 10 അംഗ ടീമിൽ നിന്ന് നമ്മൾ 10 അംഗ ടീമിൽ ഒരു അംഗമാണെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ എന്താണ്? നിങ്ങളൊരു ബെസ്റ്റ് പെർഫോമർ ആണോ, ആവറേജ് പെർഫോമർ ആണോ, അതല്ലെങ്കിൽ ബിലോ ആവറേജ് പെർഫോമർ ആണോ, വെരി പുവർ പെർഫോമർ ആണോ? വാട്ട് ഈസ് യുവർ ലെവൽ? ഈ ലെവൽ ഓഫ് പെർഫോമൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 8 മുതൽ 12% ആളുകൾ മാത്രമാണ് സെയിൽസ് പെർഫോമൻസിൽ ബെറ്റർ ആവാറുള്ളത്. ഇവരിൽ പല ആളുകൾക്കും കിട്ടുന്ന ഒരേ പ്രോഡക്റ്റാണ്, ഒരേ പ്രോഡക്റ്റ്, ഒരേ കമ്പനി, ഒരേ ടീം അംഗങ്ങൾ, ഒരേ സ്വഭാവമുള്ള ആളുകൾ. എന്നിട്ടും എന്തുകൊണ്ടാണ് ട്രെയിനിങ് കിട്ടുന്നത് ഒന്നാണ്, മെന്റർ ഒന്നാണ്, മാനേജർ ഒന്നാണ്, ടീം ലീഡർ ഒന്നാണ്, എല്ലാ പ്രോഡക്റ്റും ഒന്നാണ്, എല്ലാ പാറ്റേണും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എല്ലാം ഒന്നാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ, 90% ആളുകൾ സെയിൽസിൽ ബിലോ പെർഫോമൻസിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തത്, ഒരു മികച്ച സെയിൽസ്മാൻ ആവാൻ വേണ്ട മൈൻഡ് സെറ്റ് ഈ പറയുന്ന 90% ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നോർമൽ ഒരു ജോലി ചെയ്യുന്ന മൈൻഡ് സെറ്റോട് കൂടിയിട്ട്, നോർമൽ ഒരു ജോലിക്കാരൻ്റെ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ചെയ്യേണ്ടുന്ന ജോലിയല്ല സെയിൽസ്. സെയിൽസ് ചെയ്യാൻ നിങ്ങൾ ഇറങ്ങുന്നുവെങ്കിൽ, അത് നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ്സിൽ സെയിൽസ് ആണെങ്കിലും ശരി, ഫ്രീലാൻസ് ബിസിനസ് ആണെങ്കിലും ശരി, നിങ്ങളൊരു സെയിൽസ് മാനേജർ ആണെങ്കിലും ശരി, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിലും ശരി, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, നിങ്ങൾ ഏത് രീതിയിൽ ബിസിനസ് മോഡൽ ചൂസ് ചെയ്ത ഒരാളാണെങ്കിലും ശരി, അതിൻ്റെ ഏത് ലെവൽ ഓഫ് മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും ശരി, സെയിൽസിലേക്കാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾ സാധാരണ അക്കൗണ്ടന്റിന് വേണ്ട, അല്ലെങ്കിൽ എഞ്ചിനീയർക്ക് വേണ്ട, വേറെ ഏതെങ്കിലും ജോലിക്കാരന് വേണ്ട മാനറിസങ്ങളും ബിഹേവിയറൽ പാറ്റേണുമായിട്ട് ഇറങ്ങിയാൽ യു കനോട്ട് സക്സീഡ് ഇൻ സെയിൽസ്. നിങ്ങൾക്ക് അവിടെ സക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം സെയിൽസിൽ സക്സസ് ആകണമെങ്കിൽ അവിടെ സ്പെഷ്യൽ ക്വാളിറ്റി ആവശ്യമുണ്ട്, സ്പെഷ്യൽ ടാലന്റ് ആവശ്യമുണ്ട്, സ്പെഷ്യൽ മൈൻഡ് സെറ്റ് ആവശ്യമുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് മൈൻഡ് സെറ്റ്. കാരണം ടഫായിട്ടുള്ള, നെഗറ്റീവ് പറയുന്ന, അല്ലെങ്കിൽ വേണ്ടെന്ന് പറയുന്ന, എനിക്കിപ്പോൾ സൗകര്യം എന്ന് പറയുന്ന, നിങ്ങൾ പ്രൊഡക്റ്റുമായിട്ട് ചെല്ലുമ്പോൾ നല്ല പച്ചക്ക് തെറി വിളിക്കുന്ന ആളുടെ അടുത്തും കോൺഫിഡൻസോടെ നിൽക്കണമെങ്കിൽ, അയാളെയും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കണമെങ്കിൽ, അയാളുടെ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും കടന്നു ചെന്ന് പറയാൻ പറ്റണമെങ്കിൽ അതൊരു യഥാർത്ഥ സെയിൽസ്മാന് മാത്രമേ പറ്റുള്ളൂ, ഒരു പോരാളിയുടെ മനോഭാവമുള്ള സെയിൽസ്മാന് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ അയ്യോ അവൻ എന്നെ ചീത്ത വിളിച്ചേന്ന് പറഞ്ഞ് നിലവിളിച്ചോടുന്ന ഒരു സെയിൽസ്മാൻ സെയിൽസിന് പറ്റിയവനല്ല. അവന് വേറെ വല്ല പണിക്കും പറഞ്ഞേക്കും. അതായത് 9 to 5 ജോബ്, 9 to 5 ജോബുകാരനെ ബേസിക്സ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പം എൻ്റെ ഒരുപാട് ക്ലയൻസ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയും, എന്നോട് എല്ലാവരും ചോദിക്കും സെയിൽസിലേക്ക് ആരെയാണ് എടുക്കേണ്ടത്? സെയിൽസിലേക്ക് എടുക്കാൻ ഏറ്റവും യോഗ്യത, നമ്മുടെ നാട്ടിൽ ആ സെയിൽസിന് ബെറ്റർ കൾച്ചറൊന്നും ഇല്ല, എന്നാൽ പോലും സെയിൽസിലേക്ക് എടുക്കേണ്ടത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർ എനിക്ക് ശമ്പളം വേണ്ട, കമ്മീഷൻ എത്ര കിട്ടുമെന്ന് ചോദിക്കുന്ന ആളുകളെയാണ് സെയിൽസിൽ എടുക്കേണ്ടത്. ബേസിക് സാലറി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളെ സെയിൽസിൽ എടുക്കരുത്. ഇവർ 3 മാസത്തിലേറെ സെയിൽസിൽ നിൽക്കൂല. കാരണം അവർ 9 to 5 ഫില്ല് ചെയ്യാൻ വന്ന ആളുകളാണ്. ജോലി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ജോലി ഉണ്ട്, എവിടെയാണ്, ഇന്ന സ്ഥലത്താണല്ലോ, എത്ര മണി വരെയാണ് ഡ്യൂട്ടി ടൈം, 9 to 5. 9 to 5 അല്ല സെയിൽസ്. 9 to 5 ഉണ്ടാക്കേണ്ടതല്ല സെയിൽസ്, അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നതല്ല സെയിൽസ്. 9 to 5 പരിപാടിയുടെ പേരല്ല സെയിൽസ്. കസ്റ്റമർ 10 മണിക്കാണ് ഓൺ ആകുന്നതെങ്കിൽ യെസ് സർ ദിസ് ഈസ് മൈ 10 AM എന്ന് പറഞ്ഞ് കസ്റ്റമറെ കാണാൻ പോകാനുള്ള മൈൻഡ് സെറ്റാണ് ഒരു സെയിൽസ്മാൻ ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ ആദ്യം പ്രിപ്പയർ ആവേണ്ടതും നിങ്ങളുടെ ടീമിനെ പ്രിപ്പയർ ആക്കേണ്ടതും ആ ഒരു ഹാർഡ് മൈൻഡ് സെറ്റിലേക്കാണ്. സെയിൽസ്മാനെ ഞാൻ പറയാറുള്ളത് ടഫ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം സെയിൽസ്മാൻ എന്നാണ്. ടഫ് മൈൻഡ് സെറ്റ് സെയിൽസ്മാൻ അത്യാവശ്യം. ടഫ് അല്ലാത്ത മൈൻഡ് സെറ്റ്, ലോലമായ ദുർബലമായ ഹൃദയമുള്ള മനസ്സുണ്ടായാൽ സെയിൽസിൽ സക്സസ് വരും. കാരണം എന്താ, സെയിൽസ്മാന് പലതും കാണേണ്ടി വരും, മഴയും വെയിലും കൊള്ളേണ്ടി വരും, സെയിൽസ്മാന് പൊടിപൊല്ലങ്ങൾ കൊള്ളേണ്ടി വരും, നല്ല പച്ചത്തെറി കേൾക്കേണ്ടി വരും. ഒരു കസ്റ്റമർ തന്നെ 100 വട്ടം നടത്തിക്കും, എനിക്ക് വേണ്ട വേണ്ട വേണ്ട, അല്ലെങ്കിൽ പിന്നെ വരൂ നടക്കാൻ തരും, എന്നാൽ പോലും സ്റ്റിൽ സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുന്നവനാണ് ഒരു സെയിൽസ്മാൻ. അപ്പോൾ സെയിൽസിൽ പരാജയപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം റൈറ്റ് മൈൻഡ് സെറ്റ് ഒരു സെയിൽസ്മാൻ ഇല്ലാത്തതുകൊണ്ടാണ്. സാധാരണ ജോലിക്കാരൻ്റെ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് സെയിൽസിന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു കനോട്ട് സക്സീഡ് ഇൻ സെയിൽസ്.